തന്നെയല്ല നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ അവരവരുടേതായ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരുന്നത്, ഇല്ലേ? ഒരാൾ വരുമ്പം അയാളുടെ ജീവിതം, അയാളുടെ പ്രശ്നങ്ങൾ അയാൾ പറയുമ്പം നമ്മൾ അയാളോട് ചൂടായിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ കാണണം. അയാളെ ആ വരുന്ന ആളിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അയാൾ എന്ത് പ്രയാസമാണ് അയാൾ അനുഭവിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മുടെ അടുക്ക വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അയാളോട് നമ്മൾ ചൂടായിട്ട് എന്ത് കാര്യം? അയാൾ പ്രയാസപ്പെട്ട് ദുഃഖം വേദനയൊക്കെ അനുഭവിച്ച് പ്രയാസപ്പെട്ടാണ് നമ്മുടെ അടുക്ക എന്തെങ്കിലും ഒരു സഹായത്തിന് വരുന്നത്. നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കുക, ആശ്വസിപ്പിക്കുക. അതാണ് എൻ്റെ നിലപാട്. ഈ പൊതുവിൽ തന്നെ ചീഫ് മിനിസ്റ്ററെ കുറിച്ചുള്ളൊരു പരാതി എന്ന് പറയുന്നത്, ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഒരു ആങ്കർ കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആളായിട്ട് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ചിരിച്ചത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ചിരിച്ച് ഡീൽ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും നടക്കാത്തതാണ്. പക്ഷേ ദേഷ്യമൊക്കെ വരുമല്ലോ, പല കാര്യങ്ങളിലും അങ്ങനെ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്താണ് ആത്മനിയന്ത്രണം? ഇല്ല, ഞാൻ കഴിയാവുന്നത്ര ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. നമ്മുടെ ഒരാൾ വരുമ്പോൾ അയാളുടേതായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ വരുന്നത്. നമ്മളെ കണ്ടാൽ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ വരുന്നത്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. എന്നാലും അയാൾക്കൊരു ആശ്വാസം കൊടുക്കാനും എനിക്ക് നോ പറയാൻ വലിയ വിഷമമുള്ള ഒരാളാണ് ഞാൻ. ആരോടും അങ്ങനെ അതെൻ്റെ ഒരു തെറ്റാകാം ഒരു പക്ഷേ. എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഈ വീട്ടിലെ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര പ്ലസന്റ് ആണോ? ദേഷ്യം വരും. അപ്പൊ പിന്നെ നമ്മള് അത് മാനേജ് ചെയ്യോ? അതേ സ്വയം മാനേജ് ചെയ്യോ? ഞങ്ങള് പിന്നെ അധികം ശല്യപ്പെടുത്താറില്ല. മക്കളാണേലും അവർക്ക് പിന്നെ ഒരു പരാതി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ അച്ഛൻ ചെല്ലാറില്ല എന്നുള്ളത് മാത്രമാണ്. അതിപ്പോഴും അവര് പറയും അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ അതെ. ഈ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് പോണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവര് പ്രൊഫഷണൽസ് അങ്ങനെയൊന്നുമില്ല. അവർ അവരുടേതായ നിലയിൽ പഠിച്ചു വളർന്ന് അവർ മുന്നോട്ട് പോവാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതല്ല. അല്ല, അവർക്ക് സ്വയം തോന്നി വരികയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചവരെ. അപ്പോൾ അവർ ഒരാൾ ഡോക്ടറാണ്, അയാളിപ്പോൾ MD കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, മൂകാംബിക മെഡിക്കൽ കോളേജ്. അയാളെ ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ, പുള്ളി എഴുതുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് എഴുതുന്നേ ഉള്ളൂ, മലയാളം എഴുതാൻ അറിയില്ല, സംസാരിക്കും. ഡൽഹി പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മലയാളം പഠിപ്പിക്കാനൊത്ത് ശ്രമിച്ചിട്ടെങ്കിലും അത് നടന്നില്ല. പിന്നെ ശ്രേഷ്ഠ ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട്, അത് പുള്ളിയാണ് നടത്തുന്നത്. ഇല്ല, ലാഭമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് പോകുന്നേ ഉള്ളൂ. ഇളയ ആളാണെങ്കിൽ പുള്ളി സിവിൽ സർവീസ് എഴുതി IRS ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് ആയിട്ട് മംഗലാപുരത്ത് ജോലി ചെയ്യാം. അപ്പം അവരുടേതായ വഴികളിലൂടെ പോവാണ്. നമ്മളിപ്പോൾ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശം സാറിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വയം വരണമെങ്കിൽ വന്നോളൂ. അങ്ങനെ ഒരു പിന്തുണ അത് അവർ ചെയ്യേണ്ട കാര്യം, നമ്മളെ നിർബന്ധിക്കേണ്ട കാര്യമല്ല. നമ്മളാരെയും അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളാകുമ്പം നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. അവർ വരണമെങ്കിൽ അവർ വന്നോട്ടെ. പക്ഷെ അവർ വരികയാണെങ്കിൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ ഇപ്പം അവർ സ്വസ്ഥമായിട്ട് അവരുടെ ജോലി ചെയ്ത് ജീവിക്കുക. അല്ല, ഒരുപക്ഷെ അതൊരു കോൺഷ്യസ്നെസ് ആയിരുന്നോ? ഇപ്പോൾ ഈ മക്കൾ വാഴ്ച തുടരുന്നു എന്ന് പറയുന്ന പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ച് സാർ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അവരുടെ തീരുമാനമാണ്. അവരെന്താവണമെന്ന് അവരാ തീരുമാനിച്ചത്, നമ്മളായിട്ട് തീരുമാനിച്ചൊന്നുമല്ല. അവരെ പഠിപ്പിച്ചു, അന്നേരം അവരവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ മകൻ റമിത്ത് ഇടയ്ക്ക് പറഞ്ഞു അത്രേ, ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ ആണല്ലോ വരുന്നത്, അപ്പൊ വന്നപ്പോ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു. ഒരുപാട് നാൾ കൂടിയിട്ട് അന്ന് വന്നേ. ഇവിടെ ഇലക്ഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു. ഈ തമാശയ്ക്ക് അപ്പുറത്തേക്ക് അത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തില്ല അല്ലേ? ഇല്ല, അതങ്ങനെ തന്നെ എടുത്തു. അത് ഈ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് അങ്ങനെ തോന്നില്ലേ, ഈ കുടുംബത്തോടൊപ്പം കുറച്ചുകൂടെ ടൈം കഴിയില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കും? അല്ല, തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ്. പലപ്പോഴും നമുക്ക് അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അങ്ങനെയുള്ളതാണ്. 24/7 ആണ്. ഇപ്പം രാത്രി വന്ന ഒരാൾ എന്നെ മുട്ടി വിളിച്ചാലും ഞാൻ എഴുന്നേക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തിരക്കുള്ള ജീവിതമായിരിക്കുമല്ലോ, അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണത്.
അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരുടെയും പരാതി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് തോന്നും. പക്ഷേ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാവും, പരിഹരിക്കാൻ പറ്റാത്തതുണ്ടാവാം. ആ സമയത്തൊക്കെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമെങ്കിലും സഹായിക്കാൻ പറ്റില്ല. അത്തരം സ്റ്റേജസിൽ ഒരു വിഷമം ഉണ്ടാവും, ഒരു ദുഃഖം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളൊരാളുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ എനിക്ക് അത് സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എപ്പോഴും. നടന്നാലും നടന്നില്ലെങ്കിൽ അവസാനം വരെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ നടക്കത്തില്ല. ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ചിലരുടെ കാര്യം നടന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, പരമാവധി നമ്മൾ ശ്രമിക്കും സഹായിക്കാനായിട്ട്. അവസാനം വരെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ. അപ്പം അതൊക്കെ നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർക്ക് പ്രതീക്ഷയോടെ നമ്മളെ കാണുമ്പം ഞാൻ അതിനകത്തൊന്നും വലിയ രാഷ്ട്രീയം, മണ്ഡലത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല. ആര് വന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം, മണ്ഡലത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഈ പരാതികളൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം കേൾക്കുമ്പോഴോ ഒക്കെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നമുക്ക് എടുക്കാം. അത് കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിൽ കൊള്ളാതെ കേൾക്കാം, പ്രശ്നം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ചിലതൊക്കെ മനസ്സിൽ വന്ന് ഭാരമായിട്ട് അനുഭവപ്പെടില്ലേ? അപ്പോൾ ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അല്ല, അത് നമുക്കറിയാമല്ലോ. നമ്മൾ ഇടപെടുന്നത് അങ്ങനെയുള്ളൊരു മേഖലയായതുകൊണ്ട് അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകും. അത് അവരുടേതായ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ സ്വയം അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഇത്രയും വർഷത്തെ ഒരു പരിചയം കൊണ്ട്, ഇത്രയും വർഷത്തെ ഞാൻ MLA ആവുന്ന 82-ലാണ്. ഇപ്പം 82 മുതൽ ഇങ്ങോട്ട് എടുത്താൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും പദവിയിലുണ്ടാവും. അപ്പം അതുകൊണ്ട് അത്തരം സ്ട്രെസ്സുകൾ സ്വയം മാനേജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം. 70 തുടങ്ങി 82-ൽ ഒരു പൊസിഷനിലെത്തുന്നു, 85-ൽ MLA ആകുന്നു. അത് കഴിഞ്ഞിട്ട് 28-ാം വയസ്സിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മന്ത്രിയൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തിരയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേര് മനസ്സിലുണ്ടോ? എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. ആഗ്രഹം ചോദിച്ചത് ഒരു ലേമാൻ പോലെ ആരായിരിക്കും അടുത്ത നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അത് ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കും. അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ ഒരു ബിഗ് ലീഡറെ വെക്കും പോലെ ഇവിടെ നമ്മൾ അതിനെ സബ്സിക്വൻ്റ് ആയിട്ട് പിണറായി സഖാവിനെ വെക്കും പോലെ, അങ്ങനെ വെക്കുന്ന പോലെ ഈ പ്രാവശ്യം നമ്മൾ കോൺഗ്രസിൽ വെക്കാൻ പോകുന്നത് ആരെയായിരിക്കും എന്നുള്ളതിന് അത് ഇതുവരെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സാധാരണഗതി കോൺഗ്രസ് അങ്ങനെ ആരെയും പ്രൊജക്റ്റ് ചെയ്യാറില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇന്നതാവണം എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനിടെ നമുക്ക് സ്ഥാനം കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ അഹമ്മദാബാദ് സമ്മേളനം കഴിഞ്ഞ ശേഷം പല പുതിയ ചേഞ്ചസ് പോലെ, ചില ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ചുകൂടെ ഉയരാൻ സാധ്യതയുണ്ട്. വിശാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അത് ശരിക്കും അതൊരു രൂപരേഖയായിട്ട് മാറുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? ശരി, നമ്മളിപ്പോൾ ഈ 2025 എന്ന് പറഞ്ഞാൽ സംഘടനയെ വാർത്തെടുക്കുക. ഇപ്പോൾ വലിയ ഇലക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തെരഞ്ഞെടുപ്പില്ലാത്ത സമയമാണ്. അപ്പോൾ ഇപ്പോഴാണ് സംഘടനയെ കെട്ടിപ്പടുക്കുക. സംഘടന കൂടുതൽ ജില്ലാ തലങ്ങളിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക.